സർക്കാരിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയിൽ നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങുന്നതായി സൂചന. പദ്ധതി KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താനാണ് നിലവിലെ ശുപാർശ. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്, ഡീലക്സ് തുടങ്ങിയ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലേക്കും സൗജന്യ യാത്ര വ്യാപിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് KSRTC നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. സർവീസുകളുടെ സാമ്പത്തിക സ്ഥിരതയും യാത്രക്കാരുടെ സൗകര്യവും പരിഗണിച്ചാണ് ഈ നിലപാട്. പ്രത്യേകിച്ച് റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ സീറ്റ് ബുക്കിംഗ് സംവിധാനത്തെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്കും സൗജന്യ യാത്രക്കാരെ ഉൾപ്പെടുത്തുന്നതിനും ഇടയിൽ തർക്കങ്ങളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം സാധാരണ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന ഓർഡിനറി സർവീസുകളിൽ പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹികമായി കൂടുതൽ ഗുണകരമാകുമെന്നും വിലയിരുത്തലുണ്ട്. ഗ്രാമീണ മേഖലകളിലെയും നഗരപ്രദേശങ്ങളിലെയും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതും ഈ സർവീസുകളിലൂടെയാണെന്നാണ് കണക്ക്. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം സർക്കാർ തലത്തിൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രായോഗികതയും സാമൂഹിക പ്രതിഫലനവും വിലയിരുത്തിയ ശേഷമായിരിക്കും സർക്കാർ അന്തിമ പ്രഖ്യാപനം നടത്തുക. സ്ത്രീകളുടെ യാത്രാ ചിലവ് കുറയ്ക്കുകയും പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.